ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജ്ലീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കി ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന്. ഇതിലേക്ക് നമുക്ക് മുട്ട വേണം. അപ്പം ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മുട്ടയുടെ മണം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കണം എന്ന് നിർബന്ധമില്ല. ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒന്നെങ്കിൽ ഫോർക്ക് കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പോളം തന്നെ പാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ബാറ്റർ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചേർക്കുകയാണെങ്കിൽ ഒരു നുള്ള് മാത്രം ചേർത്ത് വെച്ചാൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ കുറേശ്ശെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ബാറ്റർ ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നാൽ ഒത്തിരി ലൂസായി പോകാനും പാടില്ല. ഒരു ഇടത്തരം പരുവത്തിലുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് പരുവത്തിൽ ആവുന്നത് വരെ നമുക്ക് ഈ മൈദമാവ് ചേർത്ത് കൊടുക്കാം. ബാറ്റർ ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാത്രമാണ് ചേർത്തത്. നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. പഴം തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഒരു തീരെ ചെറുതാക്കി കട്ട് ചെയ്യരുത്, ഒരു ചെറിയൊരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പഴം നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇനി അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിൽ വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴങ്ങൾ ഓരോന്ന് വീതം എടുത്തിട്ട് ആ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലേക്ക് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ആ പഴത്തിലിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പഴമാണെങ്കിലും യൂസ് ചെയ്യാം. ഏത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം എടുക്കുക. ഇതുപോലെ എല്ലാ ഇതും നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മിനിറ്റ് കഴിയുമ്പം സൈഡ് തിരിച്ചിട്ടിട്ട് നമുക്ക് അടുത്ത സൈഡും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി എടുത്തതിൻ്റെ മുകളിൽ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഇത്തിരി പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് പഴം ഉള്ളതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.